ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഉത്രാടമാണ് കേട്ടോ. നമ്മുടെ ഒന്നാം ഓണം തുടങ്ങിയിരിക്കുകയാണ്. നാളെ തിരുവോണമായിട്ട് സദ്യ ഒരുക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ലുലുവിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാവേ. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അങ്ങനെ നമ്മളിത് ലുലുവിലേക്ക് എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ബുക്ക് സ്റ്റോൾ ലുലുവിൻ്റെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ചേട്ടനാണെങ്കിൽ ഈ ബുക്സിനോടൊക്കെ ഭയങ്കര ക്രേസാണ് കേട്ടോ. ഏതെങ്കിലും ഒന്ന് എടുത്തിട്ടേ ഇറങ്ങുള്ളൂ. ഏതെങ്കിലും ബുക്ക് സ്റ്റോളിൽ കയറിയാൽ ഏതെങ്കിലും ഒന്ന് തപ്പി പിടിച്ചെടുത്തിരിക്കും. അത് കണക്ക് തന്നെ വായിക്കാറുമുണ്ട് കേട്ടോ ടൈം കിട്ടുമ്പോഴൊക്കെ. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ്, ഓപ്പോസിറ്റാണ് കേട്ടോ. എനിക്ക് ഈ ബുക്സിനോടൊന്നും ഈ റീഡ് ചെയ്യുന്നതിനോടൊന്നും ഭയങ്കര താല്പര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ കളറൊന്നും ഇല്ലാതെ ഈ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബുക്സിനോടൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല. നമുക്ക് കുറച്ച് കളർഫുള്ളായിട്ടുള്ള ബുക്സ് ആണെങ്കിൽ നമ്മൾ നോക്കും. പിന്നെ ഈ ബുക്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റും വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്രയും റേറ്റൊക്കെ കൊടുത്തിട്ട് വാങ്ങിച്ച് വെക്കുന്നതിനോടൊന്നും എനിക്കൊരു താല്പര്യമില്ല. പിന്നെ ഇതേ നമ്മുടെ പാചകക്കൂട്ട്, ലക്ഷ്മി നായരുടെ പാചകക്കൂട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഓണം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതേ അതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഞാൻ മറിച്ച് നോക്കിയായിരുന്നു കേട്ടോ. ഒന്നും നോക്കുകയും വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ ഇതേ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ലുലുവിലേക്ക് പോവുകയാണേ. അങ്ങനെ ട്രോളിയൊക്കെ എടുത്തു. ടോക്കൂനെ അതിനകത്തേക്ക് കയറ്റി. അവൻ എപ്പോഴും അതിനകത്ത് കയറിയിരിക്കണമെന്ന് പറയും. അങ്ങനെ എപ്പോഴും അവനെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ അകത്തിരുത്തണേന്ന്. എന്നിട്ട് ഇതേ ഇപ്പോൾ ലുലുവിലേക്ക് കയറി. അങ്ങനെ ഇതേ ഞങ്ങൾ ഓരോ സാധനങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കയറി ഉടനെ തന്നെ ഇതേ നമ്മുടെ രണ്ടെടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ള ഓഫർ വെച്ചേക്കുവാണ്. അങ്ങനെ ഈസ്റ്റേണിൻ്റെ ആണ് എല്ലാം. അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ പയർ, സാമ്പാർ പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട്. അതെൻ്റെ ഇതേ ഇവിടെ നമ്മുടെ ചൗവരി ഉണ്ടായിരുന്നു, ചൗവരി എടുത്തു. പിന്നെ നമ്മുടെ ശർക്കര വരട്ടി അതുണ്ടായിരുന്നു. പിന്നെ ചിപ്സൊക്കെ എടുത്തു. സദ്യയ്ക്ക് ആദ്യമേ നമുക്ക് അതൊക്കെയല്ലേ വേണ്ടേണ്ടത്. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ ഇത് തൊട്ടടുത്തതിന് തന്നെ നമ്മുടെ മുളക് കൊണ്ടാട്ടമൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്തില്ല കേട്ടോ. അതങ്ങനെ ആർക്കും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. പിന്നെ ഇത് പായസത്തിലിടാനായിട്ട് ഏലക്കയൊക്കെ എടുത്തു. പപ്പടം ഉണ്ടായിരുന്നു. പപ്പടം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് പിന്നെ വെജിറ്റബിൾസിൻ്റെ അടുത്തോട്ട് പോയതാ. പിന്നെ കാണുന്ന ഫ്രൂട്ട്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സവോള എടുക്കാനായിട്ട് വന്നത്. ആ സവോള എടുത്തു. ഫ്രൂട്ട്സ് അതിൻ്റെ ഇടയ്ക്ക് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിഴങ്ങ് വേണമെന്ന് പറഞ്ഞ് ചേട്ടൻ കിഴങ്ങ് എടുക്കുവാണേ. പിന്നെ തൊട്ടടുത്ത് നമ്മുടെ വാഴ ഇലയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് എടുത്തില്ല കേട്ടോ. കാരണം നമുക്ക് അന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഇന്ന് എടുത്ത് വെച്ച് വാങ്ങിച്ച് ഇനി വാടിപ്പോണ്ടാന്ന് വിചാരിച്ച് എടുത്തില്ല. പിന്നെ 2 പാക്കറ്റ് കറിവേപ്പില എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഏത്തക്കായാണ്. എനിക്ക് നമ്മുടെ അവിയലിൽ മലക്കറിക്കായ ഇടുന്നതിനെക്കാട്ടി എനിക്ക് ഏത്തക്കായ ഇടുന്നതാണ് ഇഷ്ടം. പിന്നെ നമ്മൾ ഒരു പച്ചമാങ്ങ എടുത്തു അച്ചാറിന് വേണ്ടിയിട്ട്. നാരങ്ങയൊക്കെ ഉണ്ട്. വെള്ളരിക്ക എടുത്തു. കുമ്പളങ്ങ എടുത്തു. ഓല ഉണ്ടാക്കാനാണേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചമുളകൊക്കെ ഇരിക്കുന്നു. ഈ പച്ചമുളകൊന്നും എനിക്ക് വേണ്ട, നമ്മുടെ ഇന്ത്യൻ പച്ചമുളക് മതി. അങ്ങനെ ഞങ്ങളിത് കുറച്ച് പച്ചമുളകൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ പൂവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്തം ഇടാനായിട്ട്. ഈ പച്ച പാക്കറ്റിലുള്ളത് നമ്മുടെ മുല്ലപ്പൂ കെട്ടിയതാണ്. അങ്ങനെ ഞാൻ പൂവൊന്നും ഇപ്പോൾ ഇന്ന് എടുത്തില്ല, വാടിപ്പോകുന്ന കരുതി ഞാൻ എടുത്തില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് നിറയെ ജമന്തി എല്ലാം ഉണ്ട്. പിന്നെ സാമ്പാറിലൊക്കെ ഇടാനായിട്ട് മല്ലിയില എടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. ഓണമല്ലേ, എന്തായാലും കളർഫുള്ളായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ചധികം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ പായസം വയ്ക്കണമെന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ആഗ്രഹത്താൽ എടുത്തതാണ്. ടൈം കിട്ടുമോയെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ മീനും പൊക്കി പിടിച്ചുകൊണ്ട് വരികയാണ്. എവിടെ ചെന്നാലും മീൻ വിട്ടിട്ട് ഒരു കളിയില്ല കേട്ടോ എൻ്റെ കെട്ടിയവന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ ഞങ്ങളത് തേങ്ങ എടുക്കാൻ പോയപ്പോഴത്തേക്കും ഇവിടെ ഞങ്ങൾ ബോക്സിൽ വരുന്ന തേങ്ങയാണ് എടുക്കുന്നത്. അതെടുക്കാൻ പോയപ്പോഴത്തേക്കും ആദ്യം വന്നപ്പോൾ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ കൊണ്ടുവന്ന് നിരത്തി വെച്ചതാണ്. നിരത്തി വെച്ചപ്പോൾ തന്നെ എല്ലാവരും വന്ന് 5ഉം 10ഉം വെച്ചൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ഓടിച്ചെന്ന് 2 പാക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മീൻ നോക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഓണം ഒരു ദിവസമല്ലേ ഉള്ളൂ, ബാക്കി ദിവസം നമുക്ക് മീൻ കഴിക്കണമല്ലോ. അങ്ങനെ ഞങ്ങളിത് മീൻ വാങ്ങിക്കുകയാണ്. മീനൊക്കെ നോക്കിയെടുത്തു. ഞങ്ങൾ ഈ എടുത്ത മീനിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. എന്തോ ഒരു മീൻ
പേര് മറന്നുപോയി. അങ്ങനെ അതെടുത്ത് കട്ട് ചെയ്ത് വാങ്ങിച്ചു, ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതെടുത്തു. ഞങ്ങളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചത്തേക്കുള്ള മീനെല്ലാം ഞങ്ങൾ ഒരുമിച്ച് മേടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേ അടുത്ത ഈ ഒരു മീൻ നോക്കിയപ്പോഴത്തേക്കും ഇത് ഒത്തിരി വലുതായിരുന്നു. ഇത്രയൊന്നും എടുത്താൽ ചിലവാകത്തില്ല, ഒരാഴ്ച കൂടുതൽ വെച്ചിരുന്ന് കഴിക്കാനും പറ്റത്തില്ല. അങ്ങനെ പിന്നെ അതെടുത്തില്ല. പിന്നെ കുറച്ച് കൊഞ്ചെടുത്തു, 1/2 കിലോ കൊഞ്ചെടുത്തോളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണവ നോക്കുകയാണ് കേട്ടോ. നല്ല വലിയ കണവ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഗ്ലൗസൊക്കെ ഇട്ടെടുത്തതാണ്. അപ്പോൾ എടുത്തപ്പോഴത്തേക്കും നല്ല അത്യാവശ്യം വലുതാണ് കേട്ടോ, കുഴപ്പമില്ല, നല്ല ഫ്രഷായിട്ട് തോന്നി നല്ല കണവയാണ്. അങ്ങനെ അത് ക്ലീൻ ചെയ്യാനായിട്ട് കൊടുത്തു. അങ്ങനെ അത് മേടിച്ചു. പിന്നെ നമ്മളിത് ആവോലിയാണ് കേട്ടോ, ആവോലി 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കട്ട് ചെയ്ത് വാങ്ങിച്ചു. കട്ട് ചെയ്ത് മേടിച്ചില്ല, കട്ട് ചെയ്യാനായിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഒരു 15 മിനിറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ സമയം കൊണ്ട് ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കാനായിട്ടൊക്കെ പോവാമെന്ന് വിചാരിച്ച് നേരത്തെ മീൻ എടുത്ത് കൊടുത്തതാണ്. അങ്ങനെ ഈ 2 ആവോലിയാണ് എടുത്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് അതിൻ്റെ എല്ലാത്തിൻ്റെയും ബില്ല് ഇങ്ങനെ ചേട്ടൻ കയ്യിൽ നിരത്തി വെച്ചേക്കുവാണ് കേട്ടോ. ഇതുകൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇനി അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തത് മേടിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ ബില്ല് ചെയ്ത് വാങ്ങിക്കുകയാണേ. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ അച്ചാറുകളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചേക്കുവാണ്. അതെ, ഇഞ്ചിപ്പുളി ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തായിരുന്നു. പിന്നെ ഒരുപാട് വെറൈറ്റി അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നേ. ഇത് ബീട്രൂട്ട് അച്ചാറുണ്ട്, പിന്നെ എന്തൊക്കെയോ അച്ചാറുകൾ കേട്ടോ, എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നു. ഇത് ലെമൺ ഡേറ്റ്സും കൂടെയുള്ള ഒരു അച്ചാറാണ്. പിന്നെ മിക്സഡ് ആയിട്ടുള്ള ഒരു അച്ചാറുണ്ടായിരുന്നു. അങ്ങനെ അതൊന്നും ഞാൻ എടുത്തില്ല, അതൊക്കെ നോക്കിയിട്ട് പിന്നെ വന്നു. പിന്നെ ഇത് പായസത്തിൻ്റെത്, ഐസ്ക്രീം പായസമൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ അവിൽ പായസമാണ്, അവിൽ പായസം. പിന്നെ അതിൻ്റെ അടുത്തിരിക്കുന്നത് എന്തോ നെയ്പായസം അങ്ങനെ എന്തോ ആണ്. അതൊക്കെ നോക്കിയതേ ഉള്ളൂ കേട്ടോ, എടുത്തൊന്നുമില്ല. അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും അവിടെ നമ്മുടെ പാലട പായസവും ഉണ്ടായിരുന്നു കേട്ടോ, ബോട്ടിലിൽ വന്നതാണ്. പാലട പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പായസത്തെ അല്ലാണ്ട് തന്നെ ഇവിടെ ഒരുപാട് ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ടോക്കുവിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, കേക്ക്. അതവന് എപ്പോൾ വന്നാലും ഞങ്ങൾ ഇത് എടുക്കും. പിന്നെ ക്രൊസാൻഡ് ഉണ്ടായിരുന്നു, അതും അവന് ഫേവറേറ്റ് ആണ്, അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പാക്കറ്റിൽ എടുത്തപ്പോഴാണ് അടുത്ത് നോക്കിയപ്പോഴത്തേക്കും വേറെ ഇങ്ങനെ ബോക്സിലാക്കി അവിടെ തന്നെ ഉണ്ടാക്കിയത് വെച്ചിരിക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ അതും എടുത്തു. പിന്നെ ഇത് ഫുഡ് ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട്, അതൊന്നും ഞങ്ങൾ മേടിച്ചില്ല. എന്തോ എനിക്ക് ഇവിടുത്തെ ഫുഡ് അത്ര അങ്ങ് ഇഷ്ടമല്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബേക്കറി ഐറ്റം ഏതെങ്കിലും ഒന്ന് എടുത്തിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ഞാൻ ഒരു കാരമൽ പേസ്ട്രി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കാരമൽ പേസ്ട്രിയാണ് പറഞ്ഞത്. അങ്ങനെ അതും മേടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് അറബിക് സ്വീറ്റ്സ് നോക്കി. അതേ ഈ ഇരിക്കുന്നതൊക്കെ നമ്മുടെ അറബിക് സ്വീറ്റ്സാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നട്ട്സൊക്കെ വന്നിട്ടുള്ളത്. അങ്ങനെ അത് ഞങ്ങൾ ആദ്യം കരുതി ഫസ്റ്റ് റോ എടുക്കാമെന്ന്, പിന്നെ വേണ്ട സെക്കൻഡ് റോയും കൂടെ മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കാമെന്ന് വെച്ചു. എല്ലാത്തിനും 2 എണ്ണം വീതം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാം 2 എണ്ണം വീതം എടുക്കുവാണ്. ഇതൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, 64 ദിർഹം 83 ദിർഹം ഒക്കെയാണ് ഓരോന്നിനും പെർ kg ആണ്. അങ്ങനെ ഞങ്ങളിത് ഫസ്റ്റ് 2 റോയിൽ നിന്നും 2 എണ്ണം വീതം എടുക്കുവാണ്. പിന്നെ നോക്കിയപ്പോഴത്തേക്കും 3rd റോയിൽ നിന്നും കൂടെ എടുക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, 2 എണ്ണം 3rd റോയിൽ ആദ്യത്തെ 2 എണ്ണം എടുത്താൽ മതി എന്ന് പറഞ്ഞു. ചേട്ടനെ അവിടെ ഇരിക്കുന്നത് ഫുൾ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഒന്നാമതേ നമ്മളിങ്ങനെ ഡയറ്റിംഗ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ കഴിച്ച്. അപ്പോൾ ആ ഒരു പേടി കാരണം കനക്കുന്ന ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ വേണ്ടാന്ന് കരുതി 2 എണ്ണം 3rd റോയിൽ നിന്നും കൂടി എടുത്തു. അങ്ങനെ അതൊക്കെ മേടിച്ച് പാക്ക് ചെയ്തു എടുത്തു. അങ്ങനെ അതൊക്കെ കിട്ടി, നമ്മളിത് മേടിച്ചിട്ടുണ്ട്. ഇത് നോക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ പാത്രത്തിലൊക്കെ വെച്ച് തന്നപ്പോഴത്തേക്ക് എനിക്ക് ആ സ്വീറ്റ്സിനെക്കാട്ടി ഇഷ്ടം തോന്നിയത് ആ പാത്രത്തിനോടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അതൊക്കെ മേടിച്ച് പിന്നെ അടുത്തത് നമ്മുടെ കേക്ക് സെക്ഷനാണ് കേട്ടോ. ഒരുപാട് കേക്കുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോവുകയാണ് ചെയ്തത്. നമ്മുടെ ഡ്രീം കേക്ക് ഉണ്ട്, പിന്നെ ഹണി കേക്ക് ഉണ്ട്, അങ്ങനെ ഒത്തിരി കേക്ക്സൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ ഇതാണ് നമ്മുടെ ഹണി കേക്ക്, അടിപൊളി ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രീം കേക്കൊക്കെ ഒത്തിരി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ മിനി കേക്കോ എന്താണ് ഇതിൻ്റെ പറയുക, ഒരു കുഞ്ഞ് കേക്ക് ഉണ്ടല്ലോ അത്, അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചില്ല, അതൊക്കെ നോക്കിയതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് സാലഡ് എടുക്കാമെന്ന് കരുതി മിക്സഡായിട്ട് എടുക്കുവാണ്. അങ്ങനെ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അതും ബില്ല് ചെയ്യാനായിട്ട് കൊടുത്തു.
അങ്ങനെ അതൊക്കെ ബില്ല് ചെയ്തതേ മേടിച്ച് അങ്ങനെ നടന്നപ്പോഴത്തേക്കാണ് നമ്മുടെ പായസം കൗണ്ടർ കണ്ടത്. ലുല്ലുവിൻ്റെ ആണ് പായസ കൗണ്ടർ. ഒരുപാട് വെറൈറ്റി പായസം ഉണ്ടായിരുന്നു. ഇത് ജാക്ക് ഫ്രൂട്ട് ചക്കപ്പഴത്തിൻ്റെ പായസമാണ് കേട്ടോ. അതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പാലട, പ്രഥമൻ, അടപ്രഥമനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചക്കപ്പായസത്തിൻ്റെയൊക്കെ നല്ല മണം അടിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നോക്കി പിന്നെ ടോക്കുവിന് കുറച്ച് ചിപ്സൊക്കെ എടുത്തു. അതൊക്കെ എടുത്ത് പിന്നെ അവൻ്റേതായിട്ടുള്ള കുറച്ച് ഫേവറേറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്തു കൊടുത്തു. ഇതൊരു ബിസ്ക്കറ്റിൽ ഇങ്ങനെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന ഒരിതാണ്. അതൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ പ്രിങ്കിൾസ്, അത് അവനും എനിക്കും ഒരേപോലെ ഇഷ്ടമാണ്. ഈ ഗ്രീനാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ അത് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ മുറുക്ക്, സ്നാക്സിൻ്റെയൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ ടൊമാറ്റോ മുറുക്ക് അച്ഛനും മോനും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അങ്ങനെ അതൊക്കെ മേടിച്ചു. പിന്നെ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് നോക്കി നടക്കുവാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ മിൽക്ക് മെയ്ഡാണ് എടുക്കുന്നത് അല്ലേ. അങ്ങനെ നോക്കി നടന്നിട്ട് ഇവിടെ അത് കാണുന്നതേ ഇല്ല. പിന്നെ ശ്രദ്ധിച്ചൊന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അതെടുത്തു. അതൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ബില്ല് ചെയ്യാനായിട്ട് പോകാനായിട്ട് ഇരുന്നപ്പോഴാണ് നമുക്ക് ടോക്കുവിന് ഫ്രീ ആയിട്ട് അവിടെ അൽമറായുടെ മിൽക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചോക്ലേറ്റ് മിൽക്കായിരുന്നു. അങ്ങനെ അത് മേടിച്ച് കൊടുത്തു. പിന്നെ പായസത്തിന് എന്തായാലും പഴം വേണമല്ലോ. അങ്ങനെ പഴമൊക്കെ എടുത്തു. ഒരു തൈരും എടുത്തു. പച്ചടിക്കൊക്കെ നമുക്ക് തൈര് വേണമല്ലോ. അങ്ങനെ നമ്മൾ തൈരൊക്കെ മേടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്ലീൻ ചെയ്ത ഫിഷ് തിരിച്ച് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ മീനൊക്കെ മേടിച്ച് നമ്മൾ ബില്ല് ചെയ്യാനായിട്ട് പോയപ്പോഴാണ് ഒടുക്കത്തെ ആളാണ് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ബില്ല് ചെയ്യാനായിട്ടൊക്കെ നിൽക്കുവാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അച്ഛനും മോനും കൂടെ എവിടെയോ ആ ടൈം കൊണ്ട് കറങ്ങാനായിട്ട് പോയി. എന്നെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ബില്ലടിക്കാൻ കറക്റ്റ് ടൈം ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ ഞങ്ങൾ റൂമിലേക്കാണ് വന്നത്. അപ്പം ഞങ്ങളിത് ഈ വർഷത്തെ 2024 ഓണം വരവേൽക്കാനായിട്ട് ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണിത്. ഇനി നമുക്ക് പൂവും കൂടെ മേടിച്ചാൽ നമ്മുടെ ഓണം ഷോപ്പിംഗ് കഴിയും. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നത് ഇട്ടിട്ടുണ്ട്. ഇനി അടുക്കി പറക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ ഉത്രാട ദിന ആശംസകൾ അറിയിക്കുകയാണ്. ബൈ ബൈ.